ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഫുട്ബോളിനെ കുറിച്ചല്ല, മറിച്ച് ഇന്നലെ നടന്ന ICC T20 കുട്ടി ക്രിക്കറ്റിന്റെ സെമി ഫൈനൽ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ 7 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ ആ സ്വപ്ന ഫൈനലിലേക്ക് പഠിപ്പിച്ച് കയറിയിരിക്കുകയാണ്. ഓരോ ഇന്ത്യക്കാരെ പോലെ തന്നെ ഓരോ മലയാളിയായിട്ട് അഭിമാനിക്കാനുള്ള ഒരു നിമിഷമാണ് ഇന്നലെയും അതിനു മുമ്പ് നടന്ന മത്സരങ്ങളിലായിട്ട് സഞ്ജു സാംസങ് എന്ന് പറയുന്ന ആ ഒരു മലയാളി പയ്യൻ ചേട്ടന്റെ കളിയാണ് ഇന്നലെ കണ്ടതും. നമ്മള് എന്താ പറയാ, വാക്കുകളില്ലാതെ തന്നെ പറയാം, അത്രയും മെച്ചാരിറ്റി ഉള്ള 2 ഇന്നിങ്സുകൾ. ഒന്നില് ഡുവോർഡേ മാച്ചായിരുന്നു വെസ്റ്റ് ഇൻഡീസിനെതിരായിട്ട്, അതില് കിഡിലൻ 97 റൺസിന്റെ നോട്ട് ഔട്ടില് ആള് ഇന്ത്യക്ക് വേണ്ടിയിട്ട് സെമി ഫൈനൽ ബർത്ത് ഉറപ്പിച്ചെന്നാണ്. അവിടെ ഇംഗ്ലണ്ടാണ് എതിരാളികളായിട്ട് വന്നത്. ഓരോ ഇന്ത്യക്കാരെ പോലെ ഓരോ മലയാളമായിട്ട് നമ്മൾ ഇത്രമാത്രം അഭിമാനിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാല് എഴുതി തള്ളിയവരെ കൊണ്ടൊക്കെ തിരിച്ചു പറയിച്ചിരിക്കുകയാണ് സഞ്ജു സാംസങ് എന്ന് പറയുന്ന ഈ പോരാളി. എന്താ പറഞ്ഞാൽ ഒരുപാട് അവസരങ്ങൾ കിട്ടാതെയും അതേപോലെ തന്നെ കിട്ടിയ അവസരങ്ങളൊന്നും മുതലാക്കാൻ പറ്റാതെ ഭയങ്കരമായിട്ട് ആ ഒരു കരിയർ 10-11 വർഷത്തെ കരിയർ ഇങ്ങനെ താഴോട്ടും മുകളിലോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയായിരുന്നു ന്യൂസിലാൻഡായിട്ട് വേൾഡ് കപ്പിൽ തൊട്ട് മുന്നുള്ള ന്യൂസിലാൻഡായിട്ട് പര്യടനത്തിന് അമ്പേ പരാജയമായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ആള് ബെഞ്ചിൽ തന്നെ ആയിരിക്കും വേൾഡ് കപ്പിൽ നിന്ന്. എന്താ പറഞ്ഞാൽ ഇഷാൻ കിഷൻ ആയിക്കോട്ടെ, അതേപോലെ ശർമ്മ ആയിക്കോട്ടെ, അതേപോലെ തിലക് ആയിക്കോട്ടെ, എല്ലാവരും കിടിലും ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും നമ്മുടെ ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റനായ രോഹിത് ശർമ്മ ഈ പ്രാക്ടീസ് ഒക്കെ നടക്കുന്ന സമയത്ത് ആ വീഡിയോ ഒക്കെ വൈറലാണ്. ആള് വന്നിട്ട് നമ്മുടെ സഞ്ജുവിനോട് പറയുന്നുണ്ട്, വെയിറ്റ് ചെയ്യാം, വലിയൊരു ടൂർണമെന്റ് ആകുമ്പോൾ മോക്ക എപ്പോ വേണമെങ്കിലും വരാം, അവസരങ്ങൾ എപ്പോ വേണമെങ്കിലും വരാം, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം, ആ അവസരങ്ങൾ നീ തെളിയിക്കുക. പല ഒരുപാട് ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലേയേഴ്സ് ഉണ്ട്, ആകാശ് ചോപ്രയെ പോലുള്ള കുറെ കിടകളുണ്ട്. യുവമാരൊക്കെ സഞ്ജുവിനെ അമ്മാതിരി താഴ്ത്തലായിരുന്നു ചോട്ടിലേക്ക്. അപ്പോ അതിനുള്ള മറുപടിയൊക്കെ അതിനു മുമ്പ് തന്നെ ഈ സൂപ്പർ 8 കളിക്കുന്നതിന് സമയത്ത് സൂപ്പർ 8 മുമ്പുള്ള വാർത്താ സമ്മേളനത്തിന് നമ്മുടെ ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവിനോട് പത്രപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, സഞ്ജുവിനെ എന്താ ടീമിൽ ഉൾപ്പെടുത്താത്ത? അപ്പോ ഞാൻ ആരുടെ ശർമ്മയെ മാറ്റണോ, അഭിഷേക് ശർമ്മയെ മാറ്റണോ, അതോ തിലക് വർമ്മയെ മാറ്റണോ, എന്താന്നുള്ളൊരു പരിഹാസ ചിരി. എന്താ പറഞ്ഞാൽ ആ സൂപ്പർ 8ഉം ആ ഗ്രൂപ്പ് സ്റ്റേജുകളൊന്നും ഇവർ രണ്ടാളും വലിയ ഫോമിലൊന്നല്ല. അപ്പോ ഇവർ ആരെയാണ് മാറ്റേണ്ടതെന്ന് ചോദിച്ചപ്പോ ഒരു പരിഹാസ ചിരിയിലായിരുന്നു ചിരിച്ചത്. പക്ഷെ അതിനുള്ള മറുപടി ആ വെസ്റ്റ് ഇൻഡീസിനുള്ള മത്സരത്തിൽ ആദ്യം കാണിച്ചു തന്നിട്ട് ക്യാപ്റ്റൻ കളി കഴിഞ്ഞപ്പോ ആളുടെ മുമ്പിൽ പോയിട്ട് സല്യൂട്ട് ചെയ്തിട്ടാണ് പോയത്. അടുത്ത മത്സരത്തിൽ അതിനേക്കാൾ ഭയങ്കരമായ ഒരു ഇന്നിങ്സ് ആണ് ആള് 89 റണ്ണാണ് ചങ്ങായി ഇന്ത്യക്ക് വേണ്ടിയിട്ട് സെമി ഫൈനലിൽ കളിച്ചത്. 40 ഓവർ 2 ടീമുകൾ കൂടി കളിച്ചപ്പോൾ 500 മുകളിൽ റൺസ് പിറന്നത് ഒരു മത്സരത്തിൽ 7 റൺസിന്റെ വിജയം മാത്രമാണ് ഇന്ത്യക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ഒരു സമയത്ത് കയ്യിൽ നിന്ന് വിട്ടുപോയി എന്നുള്ള ഒരു മുഹൂർത്തങ്ങളിലൊക്കെ വന്ന് വാങ്കഡെ സ്റ്റേഡിയം ഒന്നായിട്ട് ആ 22-കാരനായ ഇംഗ്ലീഷുകാരന്റെ മുന്നിൽ വാങ്കഡെ സ്റ്റേഡിയം മൊത്തമായിട്ട് സൈലന്റ് ആയി കുറെ നേരം. പക്ഷെ അപ്പോഴും നമുക്ക് മാന്ത്രികനായ ഒരു പേസർ ബോളർ ഉണ്ടായിരുന്നു, ജസ്പ്രീത് ബുംറ എന്ന് പറയുന്ന ബുംറയുടെ ആ ഒരു കിടിലൻ 2 ഓവറുകളും, ഹാർദിക് പാണ്ഡ്യയുടെ ഓവറുകൾ, അതേപോലെ തന്നെ ചകയുടെ 2 കിടിലൻ ക്യാച്ചുകൾ, അക്സൽ പട്ടേലിന്റെ ഒന്നും മറക്കാൻ പറ്റില്ല. എല്ലാവരും ആ ഒരു, അതേപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യന്റെ ആ ഒരു റൺഔട്ട് എല്ലാം കൂടെ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ 7 റൺസിന്റെ വിജയമാണ്. അവസാന ഓവറിൽ 10-30 റണ്ണ് വേണമായിരുന്നു വിജയിക്കാം. ശിവൻ ഡൂബെ എറിഞ്ഞ ഓവറിൽ അവർ 22ഓളം റൺസുകൾ വാരിക്കൂട്ടി എന്നുള്ള കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ ആ ഒരു ഫസ്റ്റത്തെ 2-3 ബോൾ ഉണ്ടല്ലോ ശിവൻ ഡൂബയുടെ കിടിലൻ ബോളുകളായിരുന്നു. ആ 6കൾ ഫസ്റ്റാണ് പറഞ്ഞതെങ്കിൽ, അല്ലെങ്കിൽ ഇടത്ത ഓവറിൽ ബുംറയ്ക്ക് ആ ഒരു 16ാമത്തെ ഓവറിൽ 8 റണ്ണും മറ്റേ കിട്ടിയിട്ടുള്ളൂ. അതേപോലെ തന്നെ 18ാമത്തെ ഓവർ എറിയാൻ വേണ്ടി വന്നപ്പോൾ അതിൽ വെറും 6 റണ്ണ്. സാം കുരനും അതേപോലെ തന്നെ ഈ ചെങ്ങായി ബദൽ എമ്മാതിരി ബാറ്റിംഗ് ആണോ, ശരിക്കും നെട്ടിച്ചു എന്ന് പറയില്ലേ. ആ ചങ്ങായി ഔട്ടാവുന്നവരെ, ആ ചങ്ങായി ഗ്രീസിൽ ഉള്ളത് വരെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഇന്ത്യയുടെ കളി തുടങ്ങിയപ്പോ സഞ്ജു സാംസങ്ങും അതേപോലെ തന്നെ ശർമ്മി കൂടിയിട്ട് ഓപ്പണിംഗ് ഇറങ്ങിയത്. അപ്പൊ നമ്മുടെ പൂജാരി ഉണ്ടല്ലോ, ടെസ്റ്റ് ബാറ്റ്സ്മാൻ, ഈ ചങ്ങായിക്ക് T20 കുറിച്ച് എന്ത് തേങ്ങ അറിയാം. സഞ്ജു നമ്മുടെ ആർച്ചറിന്റെ മുമ്പ് 2-3 പ്രാവശ്യം പണി കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ ശരിയാണ്. ആർച്ചറിന്റെ ആരാച്ചാരായിട്ടാണ് ചങ്ങായി ഇന്നലെ മാതിരിയായിട്ടാണ് ഫസ്റ്റ് 2 ബോൾ ഡിഫെൻഡ് ചെയ്യുന്നു, അടുത്ത ബോൾ ബൗണ്ടറി, അതിന്റെ അടുത്ത ബോൾ ബാക്കിലേക്ക് ഒരു 6 അടിക്കിട്ട് പോലെ റൊമാൻറ്റിഫിക്കേഷൻ എന്ന് അറിയില്ലേ. ആർച്ചർ തലയിൽ കൈ വെച്ചു, അതിനുശേഷം വീണ്ടും ആർച്ചർ വരുന്നത് 2 6കൾ. അങ്ങനെ ആർച്ചറിനെ ഒന്നും അല്ലാതാക്കിയിട്ടാണ് 61 റൺസ് എന്താണ് 4 ഓവർ അടിച്ചു പരത്തിയിരിക്കുന്നത്. അഭിഷേക് ശർമ്മയാണെങ്കിൽ 2ാമത്തെ ഓവർ തന്നെ സ്പിന്നറിന്റെ കയ്യിൽ. ചങ്ങായിക്ക് പ്രഷർ വന്നു കഴിഞ്ഞാൽ താങ്ങാൻ പറ്റില്ല. സൺറൈസേഴ്സിൽ എമ്മാതിരി പെർഫോമൻസ് എടുത്ത ചങ്ങായിയുടെ വേൾഡ് കപ്പിൽ ഇനിയിപ്പോ അടുത്ത കളിയിൽ എനിക്ക് തോന്നുന്നില്ല അഭിഷേക് ശർമ്മനെയും കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന തോന്നുന്നില്ല. പക്ഷെ റിങ്കു സിംഗിന് അവസരം കൊടുക്കാനും ചാൻസ് ഉണ്ട്.
അപ്പൊ ന്യൂസിലൻഡാണ് അടുത്ത കളി എന്നുള്ള കാര്യം. അങ്ങനെ ചങ്ങായി പെട്ടെന്ന് 2 ബൗണ്ടറി ഒക്കെ അടിച്ച് പെട്ടെന്ന് കൂടാരം കയറി പോന്നു. അതിനുശേഷം വന്ന ഇഷാൻ കിഷൻ സഞ്ജുവിന് അടിപൊളിയായിട്ട് സപ്പോർട്ട് കൊടുത്ത് ഒരു സൈഡിൽ ഇങ്ങനെ ബൗണ്ടറിയും സിക്സുകൾ അടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ സ്കോർ ബോർഡ് ഇങ്ങനെ ചട്ടപ്പെട്ടപ്പെട്ടാന്ന് കയറിക്കൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് 200 കടക്കും, എത്രയാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നു. അങ്ങനെ തിലക് വരുന്നു, അതേപോലെ തന്നെ ഡുബെ. ചങ്ങായി പ്രതീക്ഷിക്കാത്ത സമയത്ത് വന്നിട്ട് കിടിലൻ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. അങ്ങനെ സ്കോർ ബോർഡ് ഹാർദിക് പാണ്ഡ്യ വരുന്നുണ്ട്. സൂര്യകുമാറിന്റെ നിറമങ്ങിയ പ്രകടനമാണ്. 1-2 കളിയിലെ കളിച്ചിട്ട് ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് ആശാനം ഓക്കെയാണ് എന്നൊക്കെ പറയാം. പക്ഷെ എന്നിരുന്നാലും ആളിന്റെ ഒരു പ്രകടനങ്ങൾ ഈ വേൾഡ് കപ്പിൽ ഭയങ്കര മോശമാണ്. 1-2 കളിയിലാണ് ആള് ചെറിയ സ്കോറുകളെങ്കിലും നേടിയിട്ടുള്ളൂ. അങ്ങനെ ഫൈനലിൽ സൂര്യകുമാറിന്റെ ഒരു ക്ലാസ് ഇന്നിങ്സ് കാണാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ കളി അവസാന ആയപ്പോ 253 റൺസിന്റെ പടുകൂറ്റൻ സ്കോറാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇന്ത്യൻ ആരാധകരും അതേപോലെ തന്നെ ഇന്ത്യൻ ടീമും അതേപോലെ തന്നെ എന്താ പറഞ്ഞാല് ഇംഗ്ലീഷ് പടയിൽ അത്ര വലിയ ബൗളിംഗ് അറ്റാക്ക് ഒന്നും ആയിരുന്നില്ല. അവരെയാണ് ഈ 253 അടിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ത്യക്ക് പറഞ്ഞാൽ കിടിലൻ ഒരു സ്പിന്നർ ഉണ്ട്, വരുൺ ചക്രവർത്തി, അതേപോലെ തന്നെ ബുംറ ഉണ്ട്, ഹാർദിക് പാണ്ഡ്യ ഉണ്ട്, അതേപോലെ തന്നെ സിംഗ് ഉണ്ട്. എല്ലാവരും ഉള്ള സമയത്ത് ഒരിക്കലും ഈ ഒരു ഞാനൊക്കെ വിചാരിച്ച ഒരു 150 ആൾ ഔട്ട് ആവും ഇംഗ്ലണ്ട് എന്ന് വിചാരിച്ച. അങ്ങനെ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തുടങ്ങി. ഇംഗ്ലണ്ട് ഇന്നിങ്സ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് തന്നെ സാൾട്ടിന്റെ വിക്കറ്റ് ഹാർദിക് പാണ്ഡ്യ എടുക്കുക, അക്ഷർ പട്ടേലിന്റെ ഒരു സിമ്പിൾ ക്യാച്ചിൽ. അതിനുശേഷം കളി വീണ്ടും ഇങ്ങനെ അടി എന്നുള്ള അതിൽ തന്നെ ബട്ട്ലർ അവിടെ നിൽക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചറാന്നറിയാം. ബട്ട്ലർ വരുന്നു അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ അങ്ങനെ കളി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ബുംറയെ 6 അടിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റൻ എടുത്ത ആ ഒരു എഫേർട്ടിന് നമ്മുടെ അക്ഷർ പട്ടേലിന്റെ കിടിലൻ ഒരു ക്യാച്ച്, ഈ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച ക്യാച്ചുകളിലൊന്നാണ്. എമ്മാതിരി റൺ ഇതേപോലെ ഈ ചങ്ങായി ഇതിനു മുമ്പും ഏഷ്യ കപ്പിലാണ് ബംഗ്ലാദേശിനെതിരെയൊക്കെ ഇങ്ങനത്തെ ക്യാച്ചുകൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ കിഡിലൻ ഒരു ക്യാച്ച് എടുത്തിട്ട് ആ ചങ്ങായിനെ പുറത്താവണം. അതിനുശേഷം വന്ന ആ ഒരു ബദലുണ്ടല്ലോ, ഈ ചങ്ങായി വന്ന് സ്റ്റാൻഡ് ചെയ്തിട്ടില്ല. അതിനു മുമ്പ് വരുൺ ചക്രവർത്തി എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഏറ്റവും മികച്ച സ്പിന്നറിനെ തുടരെ ഹാട്രിക് 6 അടിച്ചാണ് തുടങ്ങിയത്. പക്ഷെ ആ ഓവറിൽ തന്നെ വരുൺ ചക്രവർത്തി ബട്ട്ലറിനെ കൂടാരം കയറ്റി. എന്നിരുന്നാലും ഈ വേൾഡ് കപ്പിന്റെ സെമിഫൈനലിൽ ഏറ്റവും മോശമായിട്ടുള്ള ഇന്ത്യൻ ബോളർ എന്ന് പറഞ്ഞാൽ 61 റണ്ണോ 64 റണ്ണോ വിട്ടുകൊടുത്തിട്ടുണ്ട് വരുൺ ചക്രവർത്തി. ആള് വന്നു കഴിഞ്ഞാൽ അട്ടി. അതേപോലെ തന്നെ അക്ഷർ പട്ടേൽ അടുത്ത ഓവർ വരുന്നുണ്ട്, അതിൽ 1-2 6 ഒക്കെ വാങ്ങിക്കുന്നത്. അതിനുശേഷം അക്ഷർ പട്ടേലും ഒരു വിക്കറ്റ് എടുക്കുന്നുണ്ട്. അങ്ങനെ കളി പോയിക്കൊണ്ടിരിക്കുകയാണ്. കളി ഈ ചങ്ങയുണ്ടല്ലോ, ഈ ബദൽ അടി തന്നെ, ഒരു റെസ്റ്റ് ഇല്ലാത്ത അടിയാണ്. 30 ബോളൊക്കെ ആകുമ്പോഴേക്കും ആള് 79. ആ സമയത്താണ് അവിടെ നിന്നാണ് ആളുടെ ഒരു സ്കോർ, ആ വരുൺ ചക്രവർത്തിന്റെ 15ാമത്തെ ഓവർ എന്തോ ആണ്. അതിനുശേഷമാണ് സ്കോർ അങ്ങോട്ട് കുറയുന്നത്. 2 ബുംറയുടെ 2 ഓവറുകൾ വന്നു, ഹാർദിക് പട്ടേലിന്റെ ഓവർ വന്നു. മൊത്തത്തിൽ ആ സ്കോർ ബോർഡ് അങ്ങോട്ട് കുറഞ്ഞു പോയ ആ സമയത്താണ്. അല്ലെങ്കിൽ എപ്പോഴേ കളി കഴിച്ചു പോയിട്ടുണ്ടാവും. അമ്മാതിരി അട്ടേന്ന് അടിക്കണ്ടായിരുന്നു. അതിനിടയിൽ അക്ഷർ പട്ടേലിന്റെ ഒരു കിഡിലൻ ബൗണ്ടറി ഒരു ക്യാച്ച് എടുക്കുന്നുണ്ട്. മാസ്റ്റർ ക്ലാസ് ഫീൽഡിങ്. അതേപോലെ ഹാർദിക് പാണ്ഡ്യന്റെ ആ റൺഔട്ട് ഈ ബദലിനെ ഔട്ടാക്കിയത്. സഞ്ജു സാംസങ്ങിന്റെ സ്റ്റംപിങ്ങിലാണ് ആ റൺഔട്ട് വരുന്നത്. അങ്ങനെ വാങ്കഡ സ്റ്റേഡിയം ഒന്നായിട്ട് സൈലന്റ് ആക്കാൻ പറ്റിയ ഒരു അരമണിക്കൂറോളം, ഒരു 7-8 ഓവർ. എന്താന്ന് പറഞ്ഞാൽ ഇറങ്ങുന്ന ആൾക്കാരൊക്കെ അടിയോട് അടി. ഇന്ത്യ എന്താണ് ചെയ്തത് അതേ ഇതിലാണ്. ഒരു സമയത്തൊക്കെ നമ്മൾ സ്കോർ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ 90 ആണെങ്കിൽ ഇവര് 96 10 ഓവറിൽ. അങ്ങനെയൊക്കെയുള്ള ആ ഒരു 7 ഓവറിൽ ഇന്ത്യ 90 അടിച്ചപ്പോൾ ഇവര് 96 അടിച്ചിട്ടുണ്ട്. അങ്ങനെ റൺ റേറ്റിലും ഇംഗ്ലണ്ട് ഒരുപിടി മുന്നിൽ തന്നെയാണ്. പക്ഷെ അവസാനത്തെ അതുപോലെ തന്നെ ഈ തിലക് വർമ്മ എടുത്ത ക്യാച്ച്, അക്ഷർ പട്ടേൽ എടുത്ത ക്യാച്ച് അടക്കം മിക്കവാറും 6 അല്ലെങ്കിൽ ബൗണ്ടറി ആവേണ്ട കാര്യങ്ങളാണ്. അപ്പോഴത്തേക്കാണ് ഇന്ത്യയുടെ വിജയം. അവസാന ഓവർ 3 ബോളില് 22 റൺ എന്തോ വേണമായിരുന്നു. ആ സമയത്തും പേടി തന്നെയാണ്. എന്താ കാരണം, ശിവൻ ഡൂബെ കുറെ നേരമായിട്ട് ബോളൊന്നും ചെയ്യാതെ ഫസ്റ്റ് ഓവർ അറ്റംപ്റ്റ് ചെയ്യുന്നു. ആ ഫസ്റ്റ് 3 ബോളൊക്കെ നല്ല രീതിക്ക് ചെയ്തു. പിന്നെ തുടർച്ചയായ 3 6കളാണ് വാങ്ങിച്ചത്. അപ്പൊ ഒരു പേടി ഉണ്ടായിരുന്നു, വൈകിട്ടുണ്ടായിരുന്ന ഇടയിൽ. അപ്പൊ നോ ബോൾ എങ്ങാനും വിട്ട് കഴിഞ്ഞാൽ തീർന്നില്ല പരിപാടി. 7 റൺസേ വേണ്ടുള്ളൂ. ഒരു നോ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ തീർന്നു പരിപാടി. അത് ആർച്ചർ അവിടെ നിന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സാം കറൻ എത്തിയ സമയത്താണ് സ്കോർ ബോർഡ് എന്താ പറഞ്ഞാൽ ഒരു സ്കോർ ബോർഡ് ലെവലാവുമെന്ന് പറഞ്ഞാൽ ആ ഒരു സ്പീഡ് ഉണ്ടല്ലോ, ആ കളിയുടെ ഇംഗ്ലണ്ടിന്റെ ആ ഒരു മൂർച്ചയേറിയ ഇന്നിങ്സുകളൊക്കെ സ്ലോ ആയത് സാം കറൻ വന്നു. ബുംറയും ഹാർദിക് പാണ്ഡ്യന്റെ ആ ഒരു ഓവറൊക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത ഓവറുകളായിരുന്നു. എനിക്ക് പറയാനുള്ളത് ബുംറയെ പോലൊരു ബൗളറുള്ള അതുകൊണ്ട് മാത്രമാണ് ഇന്നലെ അത് മാൻ ഓഫ് ദി മാച്ച് വാങ്ങിച്ച ശേഷം സഞ്ജു സാംസൺ പറയുന്നുണ്ട്, ഇത് എന്നെക്കാൾ അർഹിച്ചത് ബുംറയ്ക്കാണ്. ബുംറ എന്നൊരു മാസ്റ്റർ ക്ലാസ് ബൗളർ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഇപ്പൊ ഈ പുരസ്കാരം വാങ്ങിച്ച് നിൽക്കുന്നത് പറഞ്ഞിട്ട്. അത് യഥാർത്ഥത്തിൽ സത്യമായ കാര്യമാണ്. അങ്ങനെ
ഇന്ത്യ വീണ്ടും ആ കുട്ടി ക്രിക്കറ്റിന്റെ ആ സ്വപ്ന കിരീടത്തിലേക്ക് സ്വപ്നം കണ്ട് തുടങ്ങിയിരിക്കുകയാണ്. ഇനി ന്യൂസിലാൻഡാണ് സൺഡേ നടക്കാൻ പോകുന്ന മത്സരത്തില്. രണ്ട് ടീമുകൾ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. അവർ സൗത്ത് ആഫ്രിക്കനെ ഒന്നല്ലത് 14 ഓവർ 173 എന്തോ ചേസ് ചെയ്തിട്ടാണ് അവർ വന്നത്. സൗത്ത് ആഫ്രിക്കനെ പരാജയപ്പെടുത്തിയാണ് ന്യൂസിലാൻഡ് വരുന്നത്. 33 ബോളിലെങ്ങനെ സെഞ്ചുറി അടിച്ചിട്ട് അവരുടെ ഓപ്പണർ കിഡിലൻ ഫോമിലാണ് അവരും കളിക്കുന്നത്. എന്തായിരിക്കും ഇന്ത്യക്ക് അടുത്ത T20 വേൾഡ് കപ്പ് സ്വന്തമാക്കാനുള്ള സുവർണ അവസരമാണ്. എന്താ പറയുക, ദക്ഷിണാഫ്രിക്കയോടെ പരാജയത്തിന് ശേഷം കുതിച്ചു കയറിയിട്ട് അങ്ങോട്ട് വന്നതാ 2 കളിയിൽ, അതും ഡു ഓർ ഡേ ആയിരുന്നു വെസ്റ്റ് ഇൻഡീസിനെതിരെ. അങ്ങനെ ഇന്നലെ ഒരുപാട് റെക്കോർഡുകൾ, ഒരു വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ വേൾഡ് കപ്പിൽ നേടുന്ന ഹയർ സ്കോർ, അതേപോലെ തന്നെ വേൾഡ് കപ്പിൽ രോഹിത് ശർമ്മയാണ് ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പിൽ T20 ഏറ്റവും കൂടുതൽ 6 അടിച്ചിട്ടുള്ള ആ റെക്കോർഡ് ഇന്നലെ സഞ്ജു സാംസൺ പടി കടന്നുണ്ട്. ഇനിയിപ്പോ ഇഷാൻ കിഷനും അതേപോലെ തിലക് വർമ്മ ഇവരൊക്കെ ക്യൂല് നിൽക്കുന്നുണ്ട്. 14 13 ഒക്കെ 6 അടിച്ചിട്ട് ശിവൻ ഡൂബെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ സീസണിൽ ആ രോഹിത് ശർമ്മയുടെ റെക്കോർഡ് ഇവരൊക്കെ മറികടക്കുന്നുണ്ട്. ഇനി ഒരു മത്സരം കൂടി ഉണ്ട്, ഈ സീസൺ അല്ല, സോറി, ഈ ഒരു വേൾഡ് കപ്പിൽ. അപ്പോ എന്തായാലും ഇന്ത്യൻ ആരാധകരും ക്രിക്കറ്റ് പ്രേമികളും അതേപോലെ തന്നെ പ്രത്യേകിച്ച് മലയാളികൾ ഇന്നലെ എന്റെ പൊന്നോ കോരിത്തരിച്ച നിമിഷങ്ങളായിരുന്നു. ആ ഫസ്റ്റ് ബാറ്റിംഗ് കണ്ട് ഇങ്ങനെ ആത്മാർത്ഥിച്ചിട്ട് ആ ഒരു സന്തോഷത്തിൽ ഇരിക്കുന്ന സമയത്ത് സെക്കൻഡ് ബാറ്റിങ്ങിൽ ഇംഗ്ലണ്ടിന്റെ ഈ വിക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർ അടിയോടടി ആ ഒരു സൈഡില് ഈ ബദൽ എന്ന് പറയുന്ന ചങ്ങായി 100 റൺസ് തയ്ക്കുമ്പോൾ മറ്റുള്ള ആൾക്കാരൊക്കെ ഏതെങ്കിലും ഒരു പ്ലെയർ ബട്ട്ലറൊക്കെ നിന്നായിരുന്നെങ്കിൽ ഇന്ത്യ ചിലപ്പോ ഒരു 18 ഓവർ തന്നെ ഇന്ത്യനെ തരിപ്പണാക്കിയിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. അങ്ങനെ വീർപ്പ് മുട്ടിയിട്ടിരുന്ന കുറെ നിമിഷങ്ങളായിരുന്നു ഇന്നലെ നടന്നുകൊണ്ടിരുന്നത്. അവസാന നിമിഷം വരെ അത്രയും ത്രില്ലിംഗ് ആയ ഒരു സെമി ഫൈനൽ, അതും ഇത്രയും വലിയ. അവിടെ 190 റൺസ് എന്തോ ചേസ് ചെയ്തിട്ടുള്ളത്. വെസ്റ്റ് ഇൻഡീസ് ആണ് ഇന്ത്യക്കെതിരെ 2014 തോന്നുന്നുണ്ട് ഇങ്ങനെ ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും വലിയ സ്കോർ കണ്ടപ്പോ എല്ലാവരും സിമ്പിൾ ആയിട്ടൊരു വിജയമാണ് പ്രതീക്ഷിച്ചു. പക്ഷെ ക്രിക്കറ്റ് പ്രേമികളെ ഒന്നടക്കം സിരകളിൽ എന്താ പറയാ, ഇത് കോരിത്തരിപ്പിച്ച ഒരു മത്സരമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. സഞ്ജു സാംസങ്ങിന്റെ തന്നെ കരിയറിലെ ഏറ്റവും മികച്ചതും ഏറ്റവും പക്വതാപരമായ 2 ഇന്നിങ്സുകളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. എന്താ പറഞ്ഞാൽ ഇതുവരെയൊക്കെ ചങ്ങായിക്ക് ചാൻസ് കിട്ടുന്ന സമയത്ത് 24, 34, 14 ഇങ്ങനെയുള്ള ചെറിയ ബോളുകളിൽ വലിയ സ്കോർ അടിച്ചിട്ട് ആൾ പോക്കാണ് പരിപാടി. പക്ഷെ ഇന്നലെ ആ ഒരു ക്യാപ്റ്റന്റെ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇംഗ്ലണ്ട് ടീമിന്റെ ക്യാപ്റ്റൻ ആ സഞ്ജു സാംസൺ 15 റൺസിൽ നിൽക്കുമ്പോഴാണ് ആ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തത്. അതിനാള് വല്ലാത്ത വില കൊടുക്കേണ്ടി വന്നു. എന്താ കാരണം എന്ന് പറഞ്ഞാല് ആ ഒരു സമയത്ത് പോയിട്ട് ചിലപ്പോ ഇന്ത്യ 200 കടക്കുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അവിടെ ആ ഒരു ക്യാച്ചിന് ഇന്ന് ആള് പശ്ചാത്തപിക്കുണ്ടാവും. അങ്ങനെ അതിനുശേഷം ഈ ക്യാച്ച് ഡ്രോപ്പ് ചെയ്ത ശേഷം സഞ്ജു സൂക്ഷ്മമായിട്ട് കളിക്കുന്നുണ്ട്. ഹിറ്റ് ചെയ്യേണ്ട ബോൾ ഹിറ്റ് ചെയ്ത്, സിംഗിൾ എടുക്കേണ്ട ബോൾ സിംഗിൾ ചെയ്ത്, ഡിഫെൻഡ് ചെയ്യേണ്ട ബോൾ ഡിഫെൻഡ് ചെയ്ത് അടിപൊളിയായിട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഇത് തുടരുകയാണെങ്കിൽ സഞ്ജു സാംസൺ ഇനി ഇന്ത്യൻ ടീമിന്റെ അവിഭാജ്യ ഘടകമായി മാറുന്നുള്ള യാതൊരു സംശയമില്ല. അതേപോലെ ഓരോ മലയാളികൾ ഞങ്ങള് സഞ്ജുവിന് വേണ്ടി ഒരുപാട് കാലമായിട്ട് കാത്തിരുന്ന നിമിഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സഞ്ജുവിന്റെ നിറവിൽ ഈ വേൾഡ് കപ്പ് കൂടി തൂക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല, മലയാളികളെ ഹാപ്പി ആയിരിക്കും, അല്ലെങ്കിൽ ക്രിക്കറ്റ് പ്രേമികളെ ഹാപ്പി ആയിരിക്കും. സഞ്ജു എന്നുള്ള ആ ഒരു ചാറ്റ് സ്റ്റേഡിയം മൊത്തം മുഴുകി കേൾക്കാൻ ആഗ്രഹിക്കണം. അപ്പൊ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നത്. വേൾഡ് കപ്പില് ഇന്ത്യ മുത്തമിടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോ കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.